ഹലോ വെൽക്കം ടു ഇൻ്റഗ്രേറ്റഡ് ക്ലാസ്സസ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എസ് ഐ സിസ്റ്റം. അപ്പോൾ അതായത് ഈ ചാപ്റ്ററിൻ്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് പല നാട്ടിലും പല പല യൂണിറ്റ്സ് ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഒരേ കാര്യത്തിന് തന്നെ കുറേ യൂണിറ്റ്സുകൾ ഉപയോഗിക്കും. ഇപ്പോൾ ലെങ്ത്തിന് മീറ്റർ എന്ന് പറയും, കിലോമീറ്റർ എന്ന് പറയും, സെൻറ്റിമീറ്റർ എന്ന് പറയും. ചില നാട്ടിൽ ലെങ്ത്തിന് യാർഡ് എന്നൊക്കെ പറയും. ഓക്കെ, ഇപ്പോൾ പല നാട്ടിലും ഒരേ കാര്യത്തിന് കുറേ യൂണിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കോമൺ യൂണിറ്റ് സിസ്റ്റം വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സിസ്റ്റമാണ് എന്ത് എസ് ഐ സിസ്റ്റം എന്ന് പറയും. അതിൽ 7 ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉള്ളത്. ഇതിനകത്ത് ബേസ് ക്വാണ്ടിറ്റീസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളണം. ലെങ്ത്, മാസ്, ടൈമൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിനകത്ത്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററും, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡുമാണ്. പിന്നെ ബാക്കിയുള്ള 4 ഇമ്പോർട്ടൻ്റ് ആണ്, അതും കണ്ടു പഠിക്കണം. പിന്നെ ഉള്ളത് കറണ്ടിൻ്റെ ആംപിയർ, ടെമ്പറേച്ചറിൻ്റെ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ മോള്, ലൂമിനസ് ഇൻറ്റൻസിറ്റി ക്യാൻഡൽ. കറണ്ട് ആംപിയർ ആണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ടെമ്പറേച്ചർ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം സാധാരണ, പക്ഷേ അതിൻ്റെ എസ് ഐ യൂണിറ്റ് കെൽവിനാണ്. അതായത് നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കെൽവിനെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോൾ, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് മോൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ എൻ്റെ യൂണിറ്റ് ക്യാൻഡിൽ എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. ക്യാൻഡിലും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ, അങ്ങനെ അതും കണക്ട് ചെയ്യാം. അങ്ങനെ മൊത്തം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസാണ് ഉള്ളത്. പിന്നെ 2 സപ്ലിമെന്ററി ഉണ്ട്. സപ്ലിമെന്ററി എന്ന് വെച്ചാൽ കൂടെ തന്നെ ഉള്ളതാണ്, പക്ഷെ അത്രയും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതും ചോദിക്കാം. പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ആംഗിളില്ല, ഡിഗ്രി പറയാറില്ല, 30 ഡിഗ്രി 40 ഡിഗ്രി, അത് പ്ലെയിൻ ആംഗിൾ. പക്ഷേ എൻ്റെ എസ് ഐ യൂണിറ്റ് റേഡിയൻ ആണ്. പിന്നെ സോളിഡ് ആംഗിൾ ആണെങ്കിൽ എൻ്റെ എസ് ഐ യൂണിറ്റ് സ്റ്റെറേഡിയൻ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി അടുത്തത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷണൽ ഫോർമുല ശരിക്കും മനസ്സിലാക്കണം. അതായത് ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, മാസ്, ലെങ്ത്, ടൈമൊക്കെ. ഈ മാസ്, ലെങ്ത്, ടൈമൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഞാൻ എഴുതാൻ പോണ എൽ എന്നാണ്. ലെങ്ത് എൽ, മാസ് എം. ഡയമെൻഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കും. ടൈം ടി. അതായത് ഇവർ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ഇവരെ 3 പേരെ ഉപയോഗിച്ച് ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ, ഉദാഹരണത്തിന് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, വോളിയം, ഫോഴ്സ്, വർക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇതിനെല്ലാം നമ്മൾ കണ്ടുപിടിച്ചെടുക്കും. ഇവരെ 3 പേരെ ഉപയോഗിച്ച് കണക്ട് ചെയ്യും. അവർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമില്ല, അതാണ് എൻ്റെ ഡയമെൻഷൻ. അത്രേ ഉള്ളൂ, അങ്ങനെ മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഒരു ദൂരമല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്തായിരിക്കും? അത് ദൂരത്തിന്റെ ഡയമെൻഷൻ ആയിരിക്കും. ദൂരത്തിന്റെ ഡയമെൻഷൻ എന്താണ്? ലെങ്ത് എൽ ആണ്. കഴിഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എൽ ആണ്. ഓക്കെ, ഇനി അടുത്ത വെലോസിറ്റി നോക്കിയാലോ. വെലോസിറ്റി നോക്കാം. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ ശരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. ഇക്വേഷൻ അറിയാലോ, വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ ബൈ ടൈമിന്റെ ഡയമെൻഷൻ ആയിരിക്കും. അങ്ങനെ ഇത് കണക്ട് ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എല്ലാം നമുക്കറിയാം, ടൈമിന്റെ ടി ആണെന്നറിയാം. അപ്പോൾ ഇത് L/T ആയിരിക്കും. പിന്നെ നമ്മൾ സാധാരണ താഴെ എഴുതൂല, ഈ താഴെയുള്ള ടീം മേളിലേക്ക് എടുത്ത് എഴുതും. താഴത്തെ ടീം മേളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് -1 ആയിട്ട് മാറും. LT⁻⁻1 അങ്ങനെ കിട്ടും. ഇനി അടുത്തത് മൂന്നാമത്തെ, ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, വെലോസിറ്റി കിട്ടി. ഇനി വേണമെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാമല്ലോ. ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഈ ചേഞ്ചിനൊന്നും വേണ്ട, വെലോസിറ്റി ബൈ ടൈം നമുക്ക് തൽക്കാലം എടുക്കാം. കാരണം എങ്ങനെ എടുത്താലും അതൊക്കെ ഒരേപോലെയൊക്കെ തന്നെ വരാൻ പോകുന്നത്. വെലോസിറ്റി ബൈ ടൈം എന്നാണ്. അപ്പം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈം ആണെങ്കിൽ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? അപ്പം എന്ത് ഡയമെൻഷൻ എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, അതിനെ ഈ ലെങ്ത്തും മാസും ടൈമും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ ഡയമെൻഷൻ കണ്ടുപിടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ. വെലോസിറ്റി എന്താണ്? വെലോസിറ്റി എന്താ? LT⁻⁻1. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെലോസിറ്റി ഡയമെൻഷൻ ഇപ്പോൾ തൊട്ട് നമ്മൾ എഴുതി വെച്ചോളൂ, LT⁻⁻1 ആണ്. അപ്പോൾ അത് എഴുതുക, ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ടി. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ ടി മേളിലേക്ക് വരും. ടി മേളിലേക്ക് വരുമ്പോൾ ഇതും T⁻⁻1 ആണ്. ഇനി ഒരു സംഭവം ശ്രദ്ധിച്ചോളണം, ഒരേ അക്ഷരം റിപ്പീറ്റ് വരുവാണെങ്കിൽ മേളിൽ, ഓക്കെ, മേളിലോ താഴെ റിപ്പീറ്റ് വരുവാണെങ്കിൽ നമുക്ക് കുറേ പവർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കി,
ഈ LT⁻⁻1 -1 ആഡ് ചെയ്യും. -1 + -1. ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് LT⁻2 കിട്ടും. ഇതാണ് ഉത്തരം. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇങ്ങനെ കിട്ടും. നമുക്ക് LT⁻2 എന്ന് കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഓരോന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ അറിയാമല്ലോ. ആക്സിലറേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആക്സിലറേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം. കാരണം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതുവഴി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഇപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? മാസിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ആയിരിക്കുമല്ലോ. ഇത്രേ ഉള്ളൂ. ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യാം. മാസിൻ്റെ ഡയമെൻഷൻ m ആണെന്ന് നമുക്കറിയാം. ആക്സിലറേഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. LT⁻². ഇതേ കഴിഞ്ഞു. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻². അങ്ങനെ ഓരോരുത്തരെയും കണക്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ ലിസ്റ്റ് ശരിക്കും നോക്കിക്കൊള്ളണം. പിന്നെ ഈ ഫോഴ്സ് അറിയാമെങ്കിൽ നമുക്ക് ഫോഴ്സിന് എന്ത് കണ്ടുപിടിക്കാം? വർക്ക് കണ്ടുപിടിക്കാം. കാരണം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൂടെ മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈ. അങ്ങനെ 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 കയറി വരും. വർക്കിൽ നിന്ന് നമുക്ക് പവർ കണ്ടുപിടിക്കാം. അങ്ങനെ ഓർത്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ലിസ്റ്റ്. നമ്മൾ കണ്ടുപിടിച്ചൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കൂടെ കുറച്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. അപ്പോൾ ഇതാണ് ഈ ഡയമെൻഷണൽ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. ഓക്കെ, MLT വെച്ച് നമുക്ക് അറിയാവുന്ന ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെല്ലാം എന്ത് ചെയ്യുക? കണക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് ചിലർക്ക് ചിലർക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഈ ഡയമെൻഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. അവർക്ക് യൂണിറ്റും ഉണ്ടാവില്ല, ഡയമെൻഷനും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് രണ്ടുപേര് റിലേറ്റീവ് ഡെൻസിറ്റിയും സ്ട്രെയിനും. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റിയും സ്ട്രെയിനും കേട്ടോ. കാണാൻ പഠിച്ച് വെച്ചോളണം. റിലേറ്റീവ് ഡെൻസിറ്റിയും സ്ട്രെയിനും ഇത് കാണാൻ പഠിക്കാനുള്ള പ്രശ്നമാണ്. റിലേറ്റീവ് ഡെൻസിറ്റിയും സ്ട്രെയിനും. ഇനി പിന്നെയുണ്ട് ചിലർക്ക് യൂണിറ്റ് ഉണ്ടാവും, പക്ഷേ ഡയമെൻഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഇല്ലേ, സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളും ഒക്കെ, അവർക്കൊക്കെ യൂണിറ്റ് ഉണ്ട്, പക്ഷെ അവർക്ക് ഡയമെൻഷൻ ആവും. കാരണം അവർക്ക് MLT ആയിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് MLT വെച്ചിട്ട് നോക്കണുള്ളൂ. അപ്പോൾ ഈ ആംഗിളിലൊക്കെ എവിടെ MLT ഇരിക്കണേ? മാസ്, ലെങ്ത്, ടൈമുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തില്ല? അവർക്ക് യൂണിറ്റ് ഉണ്ട്. ആംഗിളിനൊക്കെ യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. കാരണം MLT ആയിട്ട് അവർക്ക് ബന്ധമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിനൊക്കെ യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. ഇനി നമുക്ക് കുറേ പേരൊക്കെ ഡയമെൻഷൻ അറിയാം. അത് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് അറിയാത്തൊരു ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഈ കാണുന്ന G ആണ്. ഇത് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് F = Gm1m2/r² എന്നാണ്. അതിനകത്ത് F എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ആണെന്ന് അറിയാം. m1 m2 എന്തായിരിക്കും? മാസ് ആയിരിക്കും. പിന്നെ R എന്താണ്? R ഒരു ദൂരമാണ് കേട്ടോ. R ദൂരമാണ്. അപ്പോൾ ഈ ഫോഴ്സിന്റെ നമുക്ക് ഡയമെൻഷൻ അറിയാം, മാസിന്റെ ഡയമെൻഷൻ അറിയാം, ദൂരത്തിന്റെ ഡയമെൻഷൻ അറിയാം, പക്ഷേ ഈ Gയുടെ ഡയമെൻഷൻ നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം Gനെ ഒരു സൈഡിൽ കിട്ടണം. നമുക്ക് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അയാൾ ഒരു സൈഡിൽ കിട്ടണം. നമുക്ക് ഇങ്ങനെ എഴുതാം. Gm1 തിരിച്ചെഴുതുവാണ്. Gm1m2/r² F എന്ന് എഴുതി. എന്നിട്ട് ഇപ്പുറത്തുള്ളവരെ എല്ലാവരെയും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. നമുക്ക് Gനെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുക നല്ലത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, സോ Gനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരുടെ അപ്പുറത്തേക്ക് ഇടാം. F ഇൻറ്റു താഴെയുള്ള r² മേളിൽ വരും. r² / മേളിലുള്ള m1 m2 താഴെ വരും. ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പോൾ G നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? Gയുടെ ഡയമെൻഷൻ അല്ല. ഈ ഡയമെൻഷൻ പിടിക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. ഇപ്പോൾ Gയുടെ ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ Fൻ്റെ ഡയമെൻഷൻ ഇൻറ്റു r² ഡയമെൻഷൻ / m1 ഡയമെൻഷൻ ഇൻറ്റു m2 ഡയമെൻഷൻ. ഇതേപോലെയാണ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് നമുക്ക് ഇപ്പുറത്ത് എഴുതാം. Fൻ്റെ ഡയമെൻഷൻ എന്താണ്? Fൻ്റെ ഡയമെൻഷൻ MLT⁻² അടുത്ത ഇതിലേക്ക് എഴുതാം. അപ്പോൾ Gയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് Fൻ്റെ ഡയമെൻഷൻ MLT⁻² നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ അടുത്തത് r² ഡയമെൻഷൻ. r² R എന്താ? ഒരു ദൂരമല്ല. ദൂരത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? L ആണ്. അപ്പോൾ r² ഡയമെൻഷൻ എന്തായിരിക്കും? L² ആയിരിക്കും. അങ്ങനെ L² കിട്ടി. പിന്നെ താഴെ m1 ഡയമെൻഷൻ ഇൻറ്റു m2 ഡയമെൻഷൻ. m1 ഡയമെൻഷൻ എന്താണ്? m1 ഒരു മാസ്, m2 ഒരു മാസ്. അപ്പോൾ ഇത് m × m എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ അകത്ത്
ഈ എമ്മിൻ്റെ എം സ്ക്വയർ അത് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. എം എൽ ടി റേസ് ടു -2 ഇൻറ്റു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ. നമ്മൾ പഠിച്ചതനുസരിച്ച് താഴെ ഒന്നും എഴുതാൻ പാടില്ല, അതെല്ലായിടത്തും മേളിലേക്ക് ആക്കണം. അപ്പോൾ മേളിലേക്ക് ആക്കുമ്പോൾ താഴത്തെ എം സ്ക്വയർ മേളിലേക്ക് വരുമ്പോഴത്തേക്കും അത് എം റേസ് ടു -2 ആയിട്ട് മാറും. എം എൽ ടി റേസ് ടു -2 ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു എം റേസ് ടു -2. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരേ അക്ഷരം റിപ്പീറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ പവർ കൂട്ടണം. സി, ഇവിടെ എം ഉണ്ട്, ഇവിടെ എം റേസ് ടു -2 ഉണ്ട്. എമ്മിൻ്റെ പവർ എത്ര? ഒന്നും എഴുതാത്തതുകൊണ്ട് ഇവിടെ 1 ആയിരിക്കും ഇവിടെ. പിന്നെ ഇപ്പുറത്ത് എൽ ഉണ്ട്, എല്ലിന് പവർ ഇല്ലാത്തതുകൊണ്ട് 1 ആയിരിക്കും. ഇപ്പുറത്തെ എൽ സ്ക്വയർ ഉണ്ട്. ഒരേ അക്ഷരങ്ങൾ ഇങ്ങനെ ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പവർ ആഡ് ചെയ്യണം. അപ്പം എമ്മിൻ്റെ പവർ ആഡ് ചെയ്യും. എമ്മിൻ്റെ പവർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 1 + -2 എന്ന് വരും. എല്ലിൻ്റെ പവർ ആഡ് ചെയ്യും, അപ്പോൾ അത് 1 + 2 എന്ന് വരും. ടി പിന്നെ ഒറ്റയ്ക്കേ ഉള്ളൂ, സോ ടി റേസ് ടു -2. കൂട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും, ജിയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു 1 + -2 -1, എം റേസ് ടു -1, എൽ റേസ് ടു 3, ടി റേസ് ടു -2. ഇങ്ങനെ കിട്ടും. ഡൺ. ഇത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. ഓക്കെ, അടുത്തത് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഇതിനകത്ത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ LHSൽ ഉള്ള ടേംസിൻ്റെയും റൈറ്റ് സൈഡിലുള്ള ടേംസിൻ്റെയും ഡയമെൻഷൻ കറക്റ്റ് ആയിരിക്കണം. ഡയമെൻഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇക്വേഷൻ കറക്റ്റ് ആകത്തുള്ളൂ. എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ പക്ക കറക്റ്റാന്നല്ല, ഡയമെൻഷൻ കറക്റ്റ് ആണെങ്കിൽ ഇത് കറക്റ്റ് ആവാൻ ചാൻസ് ഉള്ളൂ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ സെൻറ്റൻസ് ഇടുമ്പോൾ ഇങ്ങനെ പറയും, ഫോർ ആൻ ഇക്വേഷൻ ടു ബി കറക്റ്റ് ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. ഉദാഹരണത്തിന് ഒരു ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു, A ഈസ് ഈക്വൽ ടു B + C. നമ്മളെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ എയുടെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷനും സിയുടെ ഡയമെൻഷനും എല്ലാം ഈക്വൽ ആയിരിക്കണം. കാരണം ഓരോ ടേം എന്ന് പറഞ്ഞാണ് ഇവിടെ ബിയും സി ഒക്കെ സെപ്പറേറ്റ് ടേമാണ്. എയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ബിയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു സിയുടെ ഡയമെൻഷൻ ആയിരിക്കണം. എല്ലാം ഈക്വൽ ആണെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. ഡയമെൻഷൻ എന്താണെന്നൊരു ഐഡിയ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഡയമെൻഷൻ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എയുടെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷനും സിയുടെ ഡയമെൻഷനും ഒക്കെ സെയിം ആയി മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ആ ഇക്വേഷൻ കറക്റ്റ് ആകത്തുള്ളൂ. ഇനി അടുത്തത് എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് കറക്റ്റ് ആണോ, ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ പക്ക കറക്റ്റ് ആണോ എന്നല്ല, ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ദി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഒന്നും വേണമെന്നില്ല, ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ്. കാരണം അത് കറക്റ്റ് ആണെങ്കിൽ ഇത് കറക്റ്റ് ആവാൻ സാധ്യതയുള്ള ഒരു ഇക്വേഷൻ, അല്ലാണ്ട് അത് തെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും തെറ്റാണ്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും അത് തെറ്റാണെങ്കിൽ ഇക്വേഷൻ ഉറപ്പായിട്ടും തെറ്റാണ്. പക്ഷെ ശരിയാണെങ്കിൽ ശരിയാവാൻ ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇനി അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട്, ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻസ്. കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തത്, ഈ പല പല ഇക്വേഷൻസ്, പല പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇല്ലേ, ഇപ്പം മാസ്, ഫോഴ്സ്, ആക്സിലറേഷൻ, പവർ, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഇവരൊക്കെ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവർ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഡയമെൻഷൻ അനാലിസിസ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അത് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഓരോരുത്തരുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ 3 ടേംസ് ഉള്ളതുണ്ടല്ലേ, 3 പേരാ ഉള്ളത്. ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഇത്രയും ചെയ്യാനുള്ളൂ, എല്ലാവരുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അവസാനം എല്ലാം കൂടി ഈക്വൽ ആണോ നോക്കി വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഫസ്റ്റത്തെ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? അതൊരു ദൂരമല്ലേ. സോ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ലെങ്ത് ആയിരിക്കും, എല്ലായിരിക്കും. കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ UT. രണ്ടാമത്തെ ഏതാണ്? UT. UTയുടെ ഡയമെൻഷൻ യു എന്ന് വെച്ചാൽ എന്താണ് കൊടുത്തിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റിയാണ്, സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ അതൊരു വെലോസിറ്റി, അതായത് സ്പീഡാണ്. സ്പീഡ് പോലത്തെ ഒരു സാധനം വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയാണ് ഇനീഷ്യൽ ഓഫ് ഫൈനൽ, നമുക്ക് വിഷയമല്ല. ഇപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് അറിയാലോ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 അവിടെ കൊടുത്തിട്ടുണ്ട്, ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈമിൻ്റെ എന്താണ്? T ആണ്. ഓക്കെ, ഇനി ആലോചിച്ച് നോക്കി, ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു T മേളിൽ -1 ഉള്ളത്, ഇവിടെ ഒരു T ചുമ്മാ ഇരിപ്പുണ്ട്, 1 ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരേ അക്ഷരം റിപ്പീറ്റ് വന്നു കഴിഞ്ഞാൽ പവർ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? LT⁻⁻1 + 1 ദറ്റ് ഈസ് ഈക്വൽ ടു LT⁻0. T⁻0 എന്ന് ഇനി നമ്പർ ⁻0 എന്നായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ അത് L × 1 എന്ത് വരും? L എന്ന് തന്നെ വരും. സി,
അപ്പോൾ രണ്ടുപേരുടെ ഇപ്പോൾ നമുക്ക് L എന്ന് കിട്ടി. എസിൻ്റെ ഡയമെൻഷനും L ആണ്, യു ടിയുടെ ഡയമെൻഷനും L ആണ്. ഇനി അടുത്തത് ഹാഫ് എ ടിയുടെ ഡയമെൻഷനാണ്. ഹാഫ് എ ടിയുടെ ഡയമെൻഷൻ, ഈ ഹാഫ് എയുടെ ഡയമെൻഷനകത്ത് ഈ ഹാഫ് എടുക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം അതൊരു നമ്പറാണ്, അതിൻ്റെ ഡയമെൻഷൻ ഇല്ല. പക്ഷേ എ ടിക്ക് എടുക്കാം. അപ്പോൾ എ എന്തായിരുന്നു, എയുടെ ഡയമെൻഷൻ എന്താ, LT⁻⁻1 അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തെടുത്തത് പിന്നെ ടൈമിൻ്റെ ടി തന്നെ. ഞാൻ പറഞ്ഞ പോലെ രണ്ട് അക്ഷരം വന്നല്ലോ, പവർ ആഡ് ചെയ്യും. ഇത് LT⁻2 + 1 എന്ന് വരും. ഇത് LT⁻1 എന്ന് വരും. കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസിൻ്റെ ഡയമെൻഷനും യു ടിയുടെ ഡയമെൻഷനും ഈക്വൽ ആണ്. പക്ഷേ ഹാഫ് എ ടിയുടെ ഡയമെൻഷൻ ഈക്വൽ അല്ല. 3 പേരും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതണം: ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ്. ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല, കാരണം 3 പേര് ഈക്വലായിട്ട് വന്നില്ല. അതുകൊണ്ട് ഇതെന്തല്ല, കറക്റ്റ് അല്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. അടുത്ത് ഇതിൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്ത് ശരിയാണോ അല്ലയോ ചെക്ക് ചെയ്യും. ഇത് ഐൻസ്റ്റീൻ എനർജി ഇക്വേഷൻ ആണ്. E = mc². ഇതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. 2 ടേംസും ഉള്ള E ഉണ്ട്, mc² ഉണ്ട്. രണ്ടുപേരുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഓക്കെ, കഴിഞ്ഞിട്ടാണ്, അത്രേ ഉള്ളൂ. എനർജിയുടെ ഡയമെൻഷൻ എന്താണ്? എനർജിയുടെ ഡയമെൻഷൻ നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മുടെ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എനർജി, വർക്ക് ഓർ എനർജി ml² T⁻². അതിപ്പോൾ പഠിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാം നമുക്ക്. ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ മതി, ഇല്ലെങ്കിൽ കണ്ടുപിടിച്ച് വെച്ചേക്കാം. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ വന്നിട്ട് ml² T⁻² ആണ്. അപ്പോൾ അത് കിട്ടി, ഡൺ, ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി അടുത്തത് mc². mc²നകത്ത് m മാസാണ്, c വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ കിട്ടിയാൽ നമുക്ക് വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ഡയമെൻഷൻ കിട്ടും. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്, LT⁻⁻1. അപ്പോൾ അത് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഒന്നുമില്ല, വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി അത്രേ ഉള്ളൂ. അപ്പോൾ മാസിൻ്റെ m, വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ LT⁻⁻1. mc² ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ വരും. ഓക്കെ, സ്ക്വയർ വരും. ഇത് വന്നിട്ട് ബ്രാക്കറ്റ് തുറക്കുമ്പോഴത്തേക്കും ഈ സ്ക്വയർ 2 പേർക്കും കൊടുക്കണം. L-ൻ്റെ സ്ക്വയർ L², T⁻⁻1ൻ്റെ സ്ക്വയർ -1 × 2 എന്ന് വരുവേ. അപ്പോൾ ഇത് ml² T⁻² എന്ന് വരും. ml² T⁻². അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ 2 ഉത്തരം കിട്ടിയാലോ നമുക്ക്. ml² T⁻², ഇയുടെ ഡയമെൻഷനും ml² T⁻², mc² ഡയമെൻഷനും ml² T⁻². രണ്ട് സെയിം അല്ലേ? സോ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ എഴുതാം: ഇയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു mc² ഡയമെൻഷൻ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് ഇത് ഈക്വൽ ആയിരിക്കും. ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി POH എന്ന് എഴുതാവേ. നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിക്കൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന്. ഇക്വേഷൻ, ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും കറക്റ്റ് ആണ് നിർബന്ധമൊന്നുമില്ല. ശരിക്കും ഇത് ആക്ച്വലി കറക്റ്റ് ആണ്. നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത്, ഇപ്പം നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ച് ഇവിടെ നമുക്ക് അറിയാത്ത ഒരാളുണ്ട്, അയാളുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാമെന്നാണ്. ഈ ഇക്വേഷൻ കറക്റ്റാണെന്ന് വിചാരിച്ചു. ഈ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ എക്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഈ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താ പറയണേ? ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഈ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു എയ്റ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കില്ലേ? ഇത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, LT⁻⁻1 എന്നറിയാം. പിന്നെ എക്സിൻ്റെ ഡയമെൻഷൻ അതിന് ഈക്വൽ അല്ലേ? സോ എക്സിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? സോ എക്സിൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? LT⁻⁻1 ആയിരിക്കും. കഴിഞ്ഞു, അത്രേ ഉള്ളൂ, ഡൺ. കാരണം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇവരുടെ എല്ലാവരുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്. വെലോസിറ്റി നമുക്കറിയാം, സോ എക്സിൻ്റെ അത് തന്നെ ആയിരിക്കും. അത്രേ ഉള്ളൂ. അടുത്തത് നമ്മൾ മറ്റേ പ്രിൻസിപ്പിൾ ഓഫ് അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസിൻ്റെ ഉപകാരം പഠിച്ചപ്പോഴത്തേക്കും താഴെ ഒരു കാര്യം പറഞ്ഞായിരുന്നു.
ഡെഡ്യൂസിങ് ദ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഇടയിലുള്ള അവരുടെ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പറ്റും. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഇടയിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് കൊടുത്താണ്. മാസ് എമ്മിനെയും വെലോസിറ്റി വിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ മാസ് എം മൂവിങ് വിത്ത് വെലോസിറ്റി വി. അപ്പോൾ മാസ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി വിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന രീതി ശരിക്കും ശ്രദ്ധിച്ചോളൂ, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഇ, അപ്പോൾ ഇവർ മൂന്നുപേരും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കി എടുക്കലാണ് നമ്മുടെ ഉദ്ദേശം, അത്ര ഉള്ളത്. അപ്പോൾ ഈ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എത്ര പവറാണ് നമുക്കറിയാം, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്ക് എം റേസ് ടു എ എന്ന് എഴുതാം. വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര പവറാണ് നമുക്കറിയത്തില്ല, അപ്പം വി റേസ് ടു ബി എന്ന് എഴുതാം. തൽക്കാലത്തേക്ക് ശ്രദ്ധിച്ചോളേ, വി റേസ് ടു ബി എന്ന് എഴുതാം. ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റാനായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യും. ഇവിടെ ഒരു കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. കെ എം റേസ് ടു എ വി റേസ് ടു ബി. സംഭവമൊന്നുമില്ല, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഒരാളൊക്കെ വെച്ച് തന്നെ എഴുതിയിട്ടുള്ളൂ. ഇനി ഞാനൊരു കാര്യം ചെയ്യും, ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കും. ഓക്കെ, ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ രണ്ട് സൈഡിലും ഡയമെൻഷൻ സെയിം ആയിരിക്കില്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഡയമെൻഷനും റൈറ്റ് സൈഡിലുള്ള ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് എന്ത് വരും? റൈറ്റ് സൈഡിൽ കെക്ക് ഡയമെൻഷൻ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള ഡയമെൻഷനും പിന്നെ റൈറ്റ് സൈഡിൽ കെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല, കെ ഇപ്പം തന്നെ വായിച്ചു കളഞ്ഞേക്കാം. റൈറ്റ് സൈഡിലുള്ള ആൾക്കാരുടെ ഡയമെൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ എം റേസ് ടു എയുടെ ഡയമെൻഷനും വി റേസ് ടു ബിയുടെ ഡയമെൻഷനും മൾട്ടിപ്ലൈ ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഇതാ പറയണം. ഇത് ഈക്വൽ ആവണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. ഇനി എനർജിയുടെ ഡയമെൻഷൻ നമുക്ക് അറിയാം, കുറച്ച് നമ്മൾ എഴുതിയുള്ളൂ. എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണെന്ന് അറിയാം. പിന്നെ ഇപ്പുറത്ത് മാസിന്റെ ഡയമെൻഷൻ എന്താ? എം റേസ് ടു എ. മാസിന്റെ ഡയമെൻഷൻ എം ആണെന്ന് അറിയാമല്ലോ, സോ എം റേസ് ടു എ എന്ന് എഴുതാം. വെലോസിറ്റിയുടെ ഡയമെൻഷനോ എൽ ടി റേസ് ടു -2 അല്ലേ? എൽ ടി റേസ് ടു -2 ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ വന്നിട്ട് എൽ ടി റേസ് ടു -2 റേസ് ടു ബി എന്ന് വരും. ഓക്കെ, എൽ ടി റേസ് ടു -2 റേസ് ടു ബി എന്ന് വരും. അപ്പം അതും കിട്ടി. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാമല്ലോ. ഇത്രയൊക്കെ വലിയ സംഭവം ചെയ്തിട്ടില്ല കേട്ടോ. രണ്ട് സൈഡിലും ഡയമെൻഷൻ എടുത്തു. ഇപ്പുറത്തെ ഈടെ നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാം. ഇപ്പുറത്തെ എമ്മിൻ്റെ മേളിൽ ഒരു പവർ എ ഉണ്ടായിരുന്നു, സോ എ എഴുതി. ബിയുടെ മേളിൽ ഒരു ബി ഉണ്ടായിരുന്നു, ബി എഴുതി. ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും എം റേസ് ടു എ അതുപോലെ നടക്കും. ഇപ്പുറത്ത് എല്ലിൻ്റെ പവർ 1, 1 ബി എത്ര ആയിരിക്കും? ബി തന്നെ ആയിരിക്കും. എൽ റേസ് ടു ബി എന്ന് കിട്ടും. ടി റേസ് ടു -2 ആണ്, -2ന് ബി കൂടെ മൾട്ടിപ്ലൈ, സോ -2 ബി എന്ന് കിട്ടും കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അടുത്തത് എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എയും ബിയും കണ്ടുപിടിക്കാണ്ട് ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യും. ഇപ്പുറത്തെ എമ്മിൻ്റെ മേളിൽ 1 ഉണ്ട് കേട്ടോ, അത് എഴുതിയിട്ടില്ല, ഒന്ന് കമ്പയർ ചെയ്യും. സോ ലെഫ്റ്റ് സൈഡിൽ എമ്മിൻ്റെ മേളിൽ 1 ആണുള്ളത്, റൈറ്റ് സൈഡിൽ എമ്മിൻ്റെ മേളിൽ എ ആണുള്ളത്. കമ്പയർ ചെയ്യുമ്പോൾ എന്ത് മനസ്സിലായി? എം റേസ് ടു എയും എം റേസ് ടു 1ഉം ഈക്വൽ അല്ലേ? രണ്ട് സൈഡിലും എം ഉണ്ട്, രണ്ടും ഈക്വലാണ്. പിന്നെ കമ്പയർ ചെയ്യാമല്ലോ. ഇതെന്ത് മനസ്സിലായി? എ ഈസ് ഈക്വൽ ടു 1 ആണെന്ന് മനസ്സിലായി. കഴിഞ്ഞു. അടുത്തത് പിന്നെ അടുത്തതിനകത്ത് എല്ലിൻ്റെ മേളിൽ 2 ഉണ്ട്, ഇപ്പുറത്തെ എല്ലിൻ്റെ മേളിൽ ബി ഉണ്ട്. എൽ റേസ് ടു ബിയും എൽ റേസ് ടു 2ഉം. ഇതൊന്ന് മനസ്സിലാക്കുക. ബി ഈസ് ഈക്വൽ ടു 2 എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞു. നമ്മൾ എയും ബിയും കണ്ടുപിടിക്കാനാണ് വന്നേക്കണം അല്ലേ? ഈ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എഴുതിയ എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വന്നേക്കണം. അപ്പം നമ്മുടെ ഉദ്ദേശം പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കെ ഉള്ള. അപ്പം ഇങ്ങനെ എഴുതുക. സോ ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ എത്ര? 1. വി റേസ് ടു ബി വി എത്ര? 2. സോ കെ എം റേസ് ടു 1 വി സ്ക്വയർ. അങ്ങനെ കിട്ടും. ഡൺ. അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യാം. കഴിഞ്ഞു. ഡൺ. അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതും സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡയമെൻഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അതേപോലെ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കേട്ടോ. പീരീഡ് എന്ന് വെച്ചാൽ ടൈം പീരീഡാണ്. ഇത് ക്വസ്റ്റ്യൻ അത്രയ്ക്ക് കൊടുത്തിട്ടില്ല, പക്ഷേ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ടൈം പീരീഡ് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്.
ഓക്കെ, 3 കാര്യങ്ങളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ശരിക്കുള്ള ക്വസ്റ്റ്യനിൽ പറയും ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ബോബ്. പെൻഡുലത്തിന് ബോബ് ഉണ്ടല്ലോ, അതിൻ്റെ മാസ് ഡിപ്പെൻഡ് ചെയ്യും, ലെങ്ത് ഓഫ് ദ പെൻഡുലത്തിന് ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ശരിക്കുള്ള ക്വസ്റ്റ്യൻ. അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത്തരം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ അതിൻ്റെ ടൈം പീരീഡിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഈ തന്നേക്കുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ഈ നമുക്ക് എഴുതിയേക്കുന്ന ക്വസ്റ്റ്യനിൽ മൊത്തം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ഈ ടൈം പീരീഡ് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടൈം പീരീഡിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റത്തെ ടൈം പീരീഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് പവർ അറിയില്ല, സോ എന്ന് എഴുതാം. ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പവർ അറിയില്ല, ബി എന്ന് എഴുതാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പവർ അറിയില്ല, സി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കെ ഒക്കെ ഇട്ട് വെച്ച് ചെയ്യാം. കെ ഇൻറ്റു എം റേസ് ടു എ എൽ റേസ് ടു ബി ജി റേസ് ടു സി എന്ന് വരും. ഓക്കെ, അങ്ങനെ എഴുതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി 2 സൈഡിലും ഡയമെൻഷൻ എടുക്കുക. ടിയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു, കെയുടെ ആവശ്യമില്ല, എമ്മിൻ്റെ ഡയമെൻഷൻ റേസ് ടു എ, എല്ലിൻ്റെ ഡയമെൻഷൻ റേസ് ടു ബി, പിന്നെ ജിയുടെ ഡയമെൻഷൻ റേസ് ടു സി, ഇങ്ങനെ കിട്ടും. ഇനി ടിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ടി ടൈം പീരീഡ് അല്ല. ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ എന്താണ്? നമുക്കറിയാം, ടൈം പീരീഡിന് ടി തന്നെ, സമയമല്ല, ടി ആയിരിക്കും. ഇപ്പുറത്ത് എം മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം എന്ന് നമുക്കറിയാം, സോ എം റേസ് ടു എ എന്ന് കിട്ടും. പിന്നെ ഇപ്പുറത്ത് ലെങ്ത് ഉണ്ട്. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താ? ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എൽ തന്നെ, അത് എൽ റേസ് ടു ബി കിട്ടി. എളുപ്പമാണ്, കണ്ടില്ല? അടുത്ത ജി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ആക്സിലറേഷൻ്റെ ഒരു ടൈപ്പാണ്, പക്ഷെ ബേസിക്കലി ഒരു ആക്സിലറേഷൻ അല്ല. സോ ജിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. സോ അത് എൽ ടി റേസ് ടു -2 എന്ന് വരും, റേസ് ടു സി. ഇത്രേ ഉള്ളൂ. ഇത് സംഭവം ചെയ്തിട്ടില്ല. ജിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2 ആണ്, ജിയുടെ പവർ സി ആണ്. സോ ആ എൽ ടി റേസ് ടു -2 മേളിൽ സി ഇട്ട് കൊടുത്തു. ഇത്രേ ചെയ്തിട്ടുള്ളൂ നമ്മൾ. ഇനി അടുത്തത് ടി ഈസ് ഈക്വൽ ടു, നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എം റേസ് ടു എ എൽ റേസ് ടു ബി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എൽ റേസ് ടു സി ടി റേസ് ടു -2 സി എന്ന് വരും. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവർ ഒരേപോലത്തെ 2 അക്ഷരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പവർ ആഡ് ചെയ്യണം. സോ ടി ഈസ് ഈക്വൽ ടു എം റേസ് ടു എ എൽ റേസ് ടു ബി പ്ലസ് സി എന്ന് വരും, ടി റേസ് ടു -2 സി എന്ന് വരും. ഓക്കെ, അപ്പോൾ പവർ ആഡ് ചെയ്തു. ഇനി അടുത്തത് ഇത് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോരോ അക്ഷരം വീതം കിട്ടി. ഇനി കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യാൻ പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. കഴിഞ്ഞ തവണ ചെയ്തപ്പോഴത്തെ പോലെ കമ്പയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇവിടെ റൈറ്റ് സൈഡിൽ എമ്മും എല്ലും ഒക്കെ ഉണ്ട്, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ എമ്മും എല്ലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇല്ലാത്തതുകൊണ്ട് അവിടെ ചുമ്മാ 0 ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 1 എന്ന് എഴുതാം, കാരണം ടിയുടെ പവർ 1 അല്ലേ. ലെഫ്റ്റ് സൈഡിൽ എമ്മും എല്ലും ഇല്ലാത്തതുകൊണ്ടാണ് 0 ഇട്ട് കൊടുത്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ എം റേസ് ടു എ ഉണ്ട്, എൽ റേസ് ടു ബി പ്ലസ് സി ഉണ്ട്, ടി റേസ് ടു -2 സി ഉണ്ട്. അടുത്തൊരു പേജിൽ കമ്പയർ ചെയ്യാം. ഒന്നുകൂടെ എടുത്തെഴുതാം. എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 1 ഈസ് ഈക്വൽ ടു എം റേസ് ടു എ എൽ റേസ് ടു ബി പ്ലസ് സി ടി റേസ് ടു -2 സി. ഓക്കെ, ഇനി കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ എം റേസ് ടു എ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ എം റേസ് ടു 0 ഉണ്ട്. ഇത് എന്ത് മനസ്സിലായി? ഇത് മനസ്സിലായാൽ ഇത്രേ ഉള്ളൂ, എ ഈസ് ഈക്വൽ ടു 0 എന്ന് മനസ്സിലായി, കഴിഞ്ഞുകൊണ്ടാണ്. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് എൽ റേസ് ടു 0 ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ എൽ റേസ് ടു ബി പ്ലസ് സി ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ എൽ റേസ് ടു 0 ഉണ്ട്. ഇതിന് എന്താ മനസ്സിലായത്? ഇത് മനസ്സിലായത്രേ ഉള്ളൂ, ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. കാരണം രണ്ടും എല്ലിൻ്റെ മേളിലല്ലേ, സോ രണ്ടും ഈക്വൽ ആയിരിക്കണമല്ലോ. ഇനി അടുത്തത് റൈറ്റ് സൈഡിൽ ടി റേസ് ടു -2 സി ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ടി റേസ് ടു 1 ഉണ്ട്. സോ ഇതെന്ന് മനസ്സിലാക്കാം, -2 സി ഈസ് ഈക്വൽ ടു 1 എന്ന് മനസ്സിലാക്കാം. ഓക്കെ, -2 സി 1 ആണെന്ന് മനസ്സിലായി. സോ ഇനി എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. സോ എ ഓൾറെഡി 0 എന്ന് കിട്ടിയിട്ടുണ്ട്, സോ എ 0 നമുക്ക് മനസ്സിലായി. പക്ഷെ മനസ്സിലാവാത്തത് ബിയും സിയും ഒക്കെ എത്രയൊന്നും ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ ചെയ്ത് നോക്കണം. ഈ മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടില്ലേ? മൂന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് ഒറ്റ അക്ഷരമേ ഉള്ളൂ, ഒരൊറ്റ ലെറ്ററേ ഉള്ളൂ. അപ്പം ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ എടുക്കാം.
അപ്പം -2c ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ ഒരു കാര്യം കിട്ടും. c ഈസ് ഈക്വൽ ടു 1/-2 അല്ലെങ്കിൽ -1/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് സിയും കിട്ടി, എയും കിട്ടി, സിയും കിട്ടി. ഇനിയിപ്പോൾ ബി കണ്ടുപിടിച്ചാൽ പോരെ. ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 അല്ലേ. ബി പ്ലസ് സി 0 എന്ന് എനിക്കറിയാം. ഇപ്പം എനിക്ക് സി കിട്ടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അവിടെ. ബി പ്ലസ് -1/2, സിക്ക് വരെ -1/2 കൊടുത്തു. ഈ -1/2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? +1/2 ആവും. സോ 0 + 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ ബി നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. അപ്പം 3 അക്ഷരം കിട്ടിയിട്ടുണ്ട്. എ ബി സി 3 അക്ഷരം കിട്ടിയിട്ടുണ്ട്. 3 കൂടെ നമ്മുടെ ഏത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക്, ഈ കെ വെച്ചുള്ള ഇക്വേഷൻ അല്ലേ, അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാം. ടി ഈസ് ഈക്വൽ ടു k ഇൻറ്റു m റേസ് ടു a. m റേസ് ടു a എത്ര? 0. l റേസ് ടു b. b എത്ര? 1/2. g റേസ് ടു c. c എത്ര? -1/2. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇനി ക്ലിയർ അല്ലേ? ഇപ്പം ഡയമെൻഷൻ അനാലിസിസ് കൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെ നോക്കുകയാണ്. ഇനിയുള്ളത് ഡയമെൻഷൻ അനാലിസിസ് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, ഡയമെൻഷൻ അനാലിസിസ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം പെർഫെക്റ്റ് ഒന്നുമല്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റത്തെ കാര്യം രണ്ടെണ്ണവും പഠിച്ചു വെക്കണം. രണ്ടെണ്ണവും ചോദിക്കും. ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയമെൻഷണൽ കറക്റ്റ്നെസ് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ച്വൽ കറക്റ്റ്നെസ് അല്ല. പിന്നെ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് നമുക്ക് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ചില കോൺസ്റ്റൻസിന് ഡയമെൻഷൻ ഉണ്ടാവില്ല, അപ്പോൾ അവരൊന്നും ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി 3-ൽ കൂടുതൽ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഫസ്റ്റത്തെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ച്വൽ കറക്റ്റ്നെസ് അല്ല. പിന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി 3-ൽ കൂടുതൽ പേര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ പഠിക്കാൻ പറ്റില്ല. കാരണം ഒരാളിനെ പലരും ഡിപ്പെൻഡ് ചെയ്യാമല്ലോ. ഇപ്പോൾ 3-ൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ 1-ൽ കൂടുതൽ ടേം ഉള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട്. നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ട്രിഗ്നോമെട്രിക്, എക്സ്പോണൻഷ്യൽ, ലോഗരിതമിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇത്രയും പഠിച്ചു വെച്ചേക്കാം. ഒരു 3 എണ്ണം പഠിച്ചു വെക്കാം, 2 എണ്ണം വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിലുള്ള, ഒരു ഗിവൺ നമ്പറിലുള്ള എത്ര ഡിജിറ്റ് നമുക്കൊരു പെർഫെക്റ്റ് ആൻസറിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അത് എന്തോരം ആക്യുറേറ്റ് ആണ് നമ്മുടെ ആ ഒരു നമ്പർ എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ആ നമ്പർ എത്ര കറക്റ്റ് ആണെന്നുള്ളതല്ല, എന്തോരം അത് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് അതിന് 3 റൂളെ പഠിക്കാനുള്ളൂ. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ എത്ര നമ്പർ ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 റൂളുണ്ട്. എല്ലാം 0 വെച്ചിട്ടാണ്. തുടക്കത്തിലുള്ള സീറോസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് ഫസ്റ്റ് റൂള്. തുടക്കത്തിലെ സീറോസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇടയ്ക്ക് വരുന്ന സീറോസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റത്തെ 0 ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോൾ? ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രം. അതാണ് റൂൾ. അത്ര ഉള്ളൂ. സി, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് വെച്ച് നോക്കാം. ഓരോന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കി തുടക്കത്തിൽ സീറോസ് ഉണ്ട്, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് അല്ല, കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള ഡിജിറ്റെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, 2, 3, 8 ഒക്കെ ഇമ്പോർട്ടൻ്റ്. ഇനി ലാസ്റ്റ് ഒരു 0 ഉണ്ട്. അതിൻ്റെ റൂൾ എന്തായിരുന്നു? ലാസ്റ്റത്തെ 0 ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോൾ? ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ. ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റ് ഉണ്ട്, അപ്പോൾ ഈ 0യും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ 4 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം 4 ആണ്. കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് 2, 3, 8 എന്നാലും ഇമ്പോർട്ടൻ്റ്. പിന്നെ ഇടയ്ക്കുള്ള 0 ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇവർ 4 പേരും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 23.80, 2, 3, 8 ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റത്തെ 0 ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഡെസിമൽ പോയിന്റ് വേണം. ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റ് ഉണ്ട്, സോ ഇത് 4 ആണ്. 2380, ലാസ്റ്റ് 0 വന്നിട്ടുണ്ട്. ആ 0 ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റ് വേണമല്ലോ. ഡെസിമൽ പോയിന്റ് ഇല്ല, അതുകൊണ്ട് 3 പേര് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. 2, 3, 8 മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. 43.00, ലാസ്റ്റത്തെ സീറോസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റ് വേണം. ഡെസിമൽ പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് അതിൽ 4 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം, പക്ഷെ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല. ലാസ്റ്റ് സീറോസ് ഉണ്ട്, പക്ഷെ ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഇവർ 2 പേരും ഇമ്പോർട്ടൻ്റ് അല്ല.
ആകെ 2 പേര് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അടുത്ത് പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ 10⁻², 10⁻³ ഒക്കെ ഇല്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അതല്ല, അപ്പോൾ തന്നെ വെട്ടിക്കളഞ്ഞേക്കാം, ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നമ്മൾ ഇപ്പുറത്ത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് സീറോസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ 2 പേരുടെയും ഉത്തരം 4 തന്നെയായിരിക്കും. ഇതാണ് സിഗ്നിഫിക്കൻറ്റ് തിയറി ചെയ്യാനുള്ള രീതി. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിവിഷൻ ചെയ്യാമെന്നിരിക്കാം, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാമെന്നിരിക്കാം. അപ്പോൾ നോക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട് 4.237, വോളിയം തന്നിട്ടുണ്ട് 2.51. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് ഉപയോഗിച്ച് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, മാസ് ബൈ വോളിയം ആണല്ലോ. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോളിയം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തു, മാസ് ഡെൻസിറ്റി കണ്ടുപിടിച്ചു തന്നെ കണ്ടുപിടിച്ചു 1.688047 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് ഇല്ലേ, അതിനകത്ത് മാസിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, വോളിയത്തിന് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരത്തിലും 3 എണ്ണേ വരാവുള്ളൂ, മിനിമം എത്രയാണോ അതേ വരാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റത്തെ 3 ഡിജിറ്റ് ആകുമ്പോഴത്തേനും 3 ആയി, അപ്പോൾ അതേ വരാവുള്ളൂ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചോളണം, തൊട്ടപ്പുറത്ത് ഡിജിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അത് 5 കൂടുതലാണെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ റൗണ്ടിങ് ഓഫ് ഇല്ലേ, ഇപ്പോൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് അതിന് 1.69 എഴുതണം, കാരണം തൊട്ടപ്പുറത്ത് ഡിജിറ്റ് 5 കൂടുതലാണ്. അപ്പോൾ ഫൈനൽ ആൻസറിനോട് 1 കൂട്ടുക, സോ 1.69 കിട്ടും. ക്ലിയർ അല്ലേ? റൗണ്ടിങ് ഓഫ് ആണ്, 1.68 വരണ്ടേ, പക്ഷെ തൊട്ടപ്പുറത്ത് 8 ആയതുകൊണ്ട് 5 കൂടുതലായതുകൊണ്ട് ഇപ്പുറത്തിന് 1 കൂട്ടും. നമ്മുടെ ഉത്തരം 1.69 യൂണിറ്റ് എഴുതണ gram/cm³ ആയിരിക്കും. അത്ര ഉള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് അഡീഷണൽ സബ്ട്രാക്ഷൻ ഒക്കെ ഒന്ന് വിചാരിച്ചു. അവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ല നോക്കുക, ഡെസിമൽ പോയിന്റ് നോക്കുക. ഡെസിമൽ പോയിന്റ് ആയിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കും. അപ്പം നമ്മൾ ഒരു 3 നമ്പർ തന്നിട്ടുണ്ട്, എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തു നമുക്ക് ഉത്തരവും കിട്ടി. ഇനി നോക്കിയേ, ക്വസ്റ്റ്യനിൽ ഏറ്റവും കുറവ് ഡെസിമൽ വന്നേക്കുന്ന ആർക്ക്, ഇത് രണ്ടാമത്തെ ആൾക്ക് 1 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലും ഒരെണ്ണം വരാവുള്ളൂ. അപ്പോൾ എന്ത് വരും, അപ്പോൾ ഈ 8 ആണ് 1 ഡെസിമൽ പ്ലേസ്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യണം, തൊട്ടപ്പുറത്ത് ഡിജിറ്റ് നോക്കണം, അത് 5 താഴെയല്ലേ, അപ്പോൾ 8 വ്യത്യാസമൊന്നും വരുത്തണ്ട. നമ്മുടെ ഫൈനൽ ആൻസർ വന്നിട്ട് 663.8 gram ആയിരിക്കും. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഇപ്പോൾ സം ഈസ് ഈക്വൽ ടു 663.8 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക.